ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഫ്രിക്കൻ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ബോംബോ എന്ന വില്ലേജിലേക്കുള്ള യാത്രയിലാണ്. അവിടെ കുറച്ച് പേരെ കാണണം. നമ്മൾ അടുത്ത കുറച്ച് കാര്യങ്ങളുടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേ ചാരിറ്റി വർക്കുകളും കുറേ അവയർനെസ് പ്രോഗ്രാമൊക്കെ നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് പേരെ കണ്ട് സംസാരിക്കാനും അതിൻ്റെ ഫർദർ സ്റ്റെപ്പുകൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പോകുന്ന യാത്രയാണ്. ഓക്കെ, യാത്രയുടെ ഫുൾ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ആണ് യാത്ര ചെയ്യുന്നത് ബോംബോയ്ക്ക്. കുക്കും ഇല്ല, ഐറിനും ഇല്ല. കാരണം നമ്മൾ 2 വർഷമായിട്ട് ബോംബോ എന്ന് പറയുന്ന വില്ലേജിൽ കുറേ വില്ലേജുകളിൽ പോകുന്നുണ്ടായിരുന്നു. അത് ബോംബോ എന്ന് പറയുന്ന വില്ലേജിലാണ് നമ്മൾ കൂടുതലും പോയിരിക്കുന്നതും. അപ്പം അവിടെയുള്ള ആളുകളെ, പണ്ട് നമ്മൾ മീറ്റ് ചെയ്തിരുന്ന ആളുകളെ ഒന്നും കൂടെ കാണാൻ വേണ്ടി പോവുകയാണ് ഇന്ന്. നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ പുതിയ പുതിയ ആളുകളുമായിട്ടാണ് കോണ്ടാക്ട്സ് നമുക്കുള്ളത്. ഒരു ഏരിയ കണ്ടാണ് നമ്മൾ അവരെ കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഉഗാണ്ടയിൽ വന്നിട്ട് മീറ്റ് ചെയ്ത കുറേ ആളുകളുണ്ട്. അപ്പം അവരെല്ലാവരെയും നമ്മൾ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനും. അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഞങ്ങൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ, അവരെ കണ്ടു കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ കാണാം. എപ്പോഴും പറയുന്നത് പോലെ അവിടെ ചെന്ന് കഴിഞ്ഞ് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് പരിചയമുള്ള ആളുകളായതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഫുള്ള് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് വരുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണം. നമ്മുടെ വീഡിയോ എല്ലാം ഒന്ന് വാച്ച് ചെയ്തേക്കണം കേട്ടോ. പോകുന്ന വഴിക്ക് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഗാണ്ടയിലെ റോഡുകളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ റോഡ് പോലെ തന്നെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മെയിൻ റോഡാണ്. അപ്പോൾ കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. റോഡിന്റെ ഭംഗിയൊക്കെ കണ്ടല്ലോ, വലിയ വീതിയുള്ള റോഡ്, നമ്മുടെ ഹൈവേ അതുപോലെ തന്നെ. ഇനി നമുക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ യാത്രകളും മാർക്കറ്റും ഒക്കെ കാണാൻ ഇഷ്ടം. എനിക്ക് പേഴ്സണലി മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടുതലും ലോങ് വീഡിയോസ് ഇങ്ങനെ ഇടുന്നത്. അപ്പൊ പുതിയതായിട്ട് വരുന്നവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഉഗാണ്ട ഒന്ന് എൻജോയ് ചെയ്തോളുക. സ്വന്തം നാട്ടിലിരുന്ന് ഉഗാണ്ട നമ്മുടെ ചാനലിൽ കൂടെ കണ്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നേ. അപ്പം വന്ന വഴിക്ക് ഇവിടെ ഒരു സ്കൂളുണ്ട്, അതിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോവുക കേട്ടോ. അപ്പം കാണിക്കുക, ഇതൊരു വില്ലേജിൻ്റെ ഇടയ്ക്ക് അകത്തൂടെ ഉള്ളൊരു വഴിയാണ് കേട്ടോ. ഇത് ചെറുതായിട്ടുള്ള ആൾക്കാരൊക്കെ സ്കൂളുണ്ടാവും, ഒന്ന് കാണിക്കാവേ. സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഇന്നിപ്പം അവധി ദിവസം ആയതുകൊണ്ട് കുട്ടികളൊന്നും അങ്ങനെ കാണാനില്ല. ഇച്ചയും കൈയൊക്കെ കഴുകി, ഞാനും കൂടെ കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാവേ. നല്ലോണം കഴുകുക കേട്ടോ. കൈ കഴുകിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിക്കാം. നല്ല പൊടിയാണ് റോഡിലൊക്കെ. ഇത് റോഡാ ഉണ്ടോ, നല്ല പൊടിയാ. നല്ല ഇച്ചയും കഴിച്ചോണ്ടിരിക്കുക ചോറേ. നല്ല കിഴങ്ങ് വറുക്കിട്ട് ചമ്മന്തി, ഉണക്കമീൻ എല്ലാം സൂപ്പറാട്ടോ. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ വില്ലേജിൽ പോകുമ്പോഴത്തേക്ക് റോഡിൽ നിന്ന് കഴിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡിൽ എവിടെയെങ്കിലൊക്കെ ഫുഡൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ നിന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. ഇതിനൊരു പ്രത്യേക സുഖമുണ്ടേ. വാഴയിലക്കകത്തായിരുന്നെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല, അങ്ങ് ദൂരെ സ്കൂൾ കുട്ടികളൊക്കെ നമ്മളെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവരെ റെയറായിട്ടല്ലേ കാണാറുള്ളൂ. അതുകൊണ്ട് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ എന്തെടുക്കുക എന്നൊക്കെ ഓർത്ത് കുട്ടികളൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക. അവര് ഹായ് കാണിക്കുന്നത്. ഹായ്, നമ്മളൊരു സ്കൂളിൻ്റെ മുറ്റത്തായിരുന്നു ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അറിഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു. ഇച്ചേൻ അവരെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് പോയി.
ഗ്രൗണ്ടിലെല്ലാം കുറേ കുട്ടികളൊക്കെ ഉണ്ടേ. ഗ്രൗണ്ടിലൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പരിചയപ്പെടാൻ അവിടെ നിന്ന് ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിനി ഇവിടുന്ന് യാത്ര ചെയ്യാണ്. ഇനി ഒരു അരമണിക്കൂർ കൂടെ യാത്രയുണ്ടേ. വില്ലേജിൽ കൊടുക്കാൻ വേണ്ടി ബ്രെഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ ഇച്ചാനന്നേരം അവർക്ക് കൊടുക്കുക ബ്രെഡെല്ലാം കൂടെ. നമ്മൾ വില്ലേജിൽ കൊടുക്കാൻ കൊണ്ടുവന്നതാ. Yes, we meet next time. Yeah, sure. This is our place. Yes, this is St. Mary Primary School. Yes, St. Mary. Okay, we can meet to visit us next time. Okay. Yes, sir. You're welcome. Okay, bless you. Anytime when you come, you visit us. Yeah, sure. We are together. Yes. Yes, this was a Christian church. Yeah. We have also churches here. And we also people who love each other. അവർക്ക് ഭയങ്കര സന്തോഷമായി. Same. And I'm a security guide who guided here. Okay. Because of any opportunity here, I'm involved. ഇച്ചാനായിട്ട് സംസാരിക്കുകയാണ്. ഇനിയിപ്പോ എപ്പോ വന്നാലും ഇവിടെ കയറണം. Yes, sir. Yes, madam. ബൈ. Thank you. Yes. വെൽക്കം. You're welcome. കുട്ടികളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി അവര്. നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങുവാണേ. നമുക്ക് ചിലപ്പോൾ ദൈവം ചില സമയത്ത് നമ്മളെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിപ്പിക്കും. അത് ഒരു പ്രത്യേക സമയങ്ങളിൽ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇതുവഴി പോയപ്പം ഇത് ഒരു ഗ്രാമത്തിലൂടെയുള്ള വഴിയായതുകൊണ്ട് വഴിയിലെല്ലാം ഭയങ്കര പൊടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സ്ഥലം നോക്കി നടന്നപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ സ്കൂളും ഒരു വലിയ ഗ്രൗണ്ടും ഒക്കെ കണ്ടത്. അപ്പൊ നമ്മൾ ഓർത്തുന്ന ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് അവിടെ കയറിയപ്പോഴാണ് ആദ്യം കുട്ടികളെ ഒന്നും കണ്ടില്ല. പിന്നെ കുട്ടികളെല്ലാം അവിടെ ഗ്രൗണ്ടിൽ ബാക്ക് സൈഡിൽ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ എപ്പോഴും വില്ലേജിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകുവേ. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് പാലൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടേ വാങ്ങിക്കൊടുക്കത്തുള്ളൂ. കാര്യം നമ്മൾ വരുന്ന വഴിക്ക് കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇവിടെ വരുമ്പം പാൽ അഴുക്കായി പോകും. അതുകൊണ്ട് നമ്മൾ ബ്രെഡൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ നമ്മളവിടെ കഴിച്ചപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഹായ് ഒക്കെ പറഞ്ഞു. പക്ഷെ അവിടെ കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരും നമ്മളോട് ഹായ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു മര്യാദയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇച്ചാൻ അവരോട് യാത്ര പറയാൻ വേണ്ടി ചെന്നു. അത് കഴിഞ്ഞ് വണ്ടി വന്ന് കയറാൻ നേരം എന്നാൽ നമുക്ക് മനസ്സിലെന്തോ പോലെ. അപ്പോൾ ഇച്ചാനോട് ചോദിച്ചെന്നാൽ ഈ ബ്രെഡ് അവർക്ക് കൊടുത്തേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് ഇനഫാണോ എന്ന് അറിയില്ലല്ലോ, കാര്യം ഹോസ്റ്റലിൽ എത്ര കുട്ടികളുണ്ടെന്ന് അറിയില്ല. നമ്മുടെ കയ്യിൽ വലിയ 2 പാക്കറ്റ് ബ്രെഡേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതൊരു വലിയ കാര്യം കേട്ടോ. ബ്രെഡൊക്കെ ഇവർക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു എമൗണ്ട് ആണ് ഇവിടുത്തെ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ റെയർ ആയിട്ടാണ് അവർ വാങ്ങുന്നത്. അപ്പൊ ബ്രെഡൊക്കെ ഇവിടുത്തെ 1 കിലോയുടെ ബ്രെഡിന് 6500 ഷില്ലിംഗ് ആണ്. 1 കിലോയുടെ ബ്രെഡിന് 6500 ഷില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡെയിലി വരുമാനം പോലും അത്ര ഇല്ല. 3000-4000 ഒക്കെ ഇവർക്ക് ഡെയിലി വരുമാനമുള്ളൂ. അപ്പൊ പിന്നെ ഇവര് ഡെയിലി ഒരു ബ്രെഡ് മേടിക്കാന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, സാധാരണക്കാരെ കൊണ്ട്, വില്ലേജിലുള്ള ആളുകളെ കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇച്ചേ എന്നാ നമുക്ക് കൊടുത്ത തികയെങ്കിലല്ലേ കൊടുത്തിട്ട് പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവരെ ഇവിടെ സംസാരിച്ചോളൂ, അവര് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവരെന്നിട്ട് നമ്മളോട് പറയും ഇനി എപ്പോ വന്നാലും ഇവിടെ കയറണം എന്നൊക്കെ പറഞ്ഞ് ഏത് സമയത്തും നിങ്ങളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു സത്യം പറഞ്ഞാലും നമുക്ക് ഈ സാധാരണക്കാരുടെ സ്നേഹം കാണുമ്പോണ്ടല്ലോ നമ്മൾ ഓർക്കുന്ന ദൈവമായിട്ടാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ ആഫ്രിക്കക്കാരെന്ന് പറഞ്ഞ ഒരു വലിയ അവരെ വലിയ ക്രിമിനൽസ് ആയിട്ടും അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത രീതിയിലാണ് ഇവരെ കാണുന്നത്. പക്ഷെ ഇവര് സ്നേഹമുള്ള പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഉഗാണ്ടയിൽ. ഞാൻ ഇന്നലെയും കൂടി ഓർക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു കേരളം പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു ഫീൽ ഇല്ല. കാര്യം ഇവരുമായിട്ട് ഡെയിലി കോണ്ടാക്റ്റും ഈ കുറേ ആളുകളൊക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ടും പിന്നെ നമ്മളിങ്ങനെ ഈ യാത്രകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വേറൊരു രാജ്യത്താണെന്നുള്ളൊരു തോന്നൽ ഇപ്പം വന്നിട്ടില്ല സത്യം പറഞ്ഞാലും. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമുക്ക് ഇനിയും വില്ലേജിലേക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. നമ്മള് വില്ലേജൊക്കെ കഴിഞ്ഞു, നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന മാർക്കറ്റിന്റെ അതിലൂടെയുള്ള യാത്രയാണേ. ഇതിപ്പോ 2 മണിക്കാണ് മാർക്കറ്റ് തുടങ്ങുന്നത്. റോഡ് സൈഡില് തുണികളുണ്ട്, പാത്രങ്ങള്, ബാഗ്, പച്ചക്കറികള്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്.
നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ മാർക്കറ്റിൽ ഒന്നും കൂടി ഇറങ്ങി നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാം. അറിയാൻ പറ്റില്ല, എന്തായാലും നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ വരാവേ. ഈ ടൈം പുറത്തോട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കണമായിരുന്നു. അതായത് നമ്മൾ വന്ന വഴിക്ക് കൊടുത്തല്ലോ, അപ്പൊ ഇനി പുതിയ സാധനം മേടിക്കണം. അപ്പൊ കുറച്ച് മുട്ടയൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങി. ബ്രെഡ് ഓൾറെഡി മേടിച്ചു, ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചു. ഇനി മുട്ടയും പാലും ഒക്കെ മേടിക്കാൻ വേണ്ടി ഇച്ചാൻ ഇറങ്ങിയിരിക്കുകയാണ് ഷോപ്പിൽ ചെന്ന്. ഇത് ഇനി നമ്മൾ മെയിൻ റോഡേ വന്നു, നമ്മൾ പോകേണ്ട വില്ലേജിലേക്ക് ഉള്ള വഴിയാണ്. ഇനി ഇങ്ങോട്ട് അങ്ങനെ വഴിയെന്ന് പറയാനില്ല, ഓഫ് റോഡാണ്, അതുവഴി യാത്ര ചെയ്യണം. പക്ഷെ രസമാണ് കാണാനൊക്കെ. നമ്മൾ വില്ലേജിൽ ചെന്ന് അവരെ എല്ലാം കണ്ടു, മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. പഴയ നമ്മളെ പ്രതീക്ഷിച്ച എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോഫിയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും തമ്മിൽ കണ്ട് ഹഗ് ചെയ്ത് കിസ് ചെയ്ത് ബൈയൊക്കെ പറഞ്ഞ് അവർ പോയി. അപ്പം കൂടുതൽ വീഡിയോസൊന്നും നമുക്ക് വില്ലേജിൽ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റിയ രീതിയിൽ ഞാൻ അവരുടെ എല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അവക്കാഡോ ആണേ, നമ്മൾ അവക്കാഡോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇച്ചാൻ അവക്കാഡോ നോക്കുക, ഒരുപാടുണ്ട്. കപ്പ ഒത്തിരി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഒരു കപ്പ വേണം. ഇച്ചാൻ കപ്പ എടുത്തോണ്ടിരിക്കുക, പഴം മേടിക്കാൻ വേണ്ടി നിൽക്കുക. How much? 1,000. Small piece. Give me good one, Yeah, good one. Okay, good one. ഇത് 2,000 shillings. 2,000 shillings എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു 40-50 രൂപയാവേ. കട്ട് ചെയ്ത് തരും നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലുത് വാങ്ങിക്കൊണ്ട് പോയി 2 ആഴ്ച യൂസ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഇത്ര പഴുത്തതൊന്ന് കഴിക്കാൻ വേണ്ടി മാത്രം മതി. അവരതിൻ്റെ ആ കൂഞ്ഞിലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് തരുന്നത്. അപ്പം നമുക്കുള്ളത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് തരുക. നമ്മുടെ മാർക്കറ്റിലുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നല്ല തിരക്കാണ്, ഏകദേശം തീരാൻ സമയമായി. 6:30 ആകുമ്പോഴത്തേക്ക് 7:30 ആകുമ്പോഴത്തേക്ക് തീരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ.